ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസാണ്. റൈസ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല റൈസാണ്. അതിന് നമുക്ക് കറിയൊന്നും കൂട്ടാതെ നല്ല സാലഡ് മാത്രം കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസുമതി റൈസ് ഉണ്ടെങ്കിൽ അതായാലും മതി. 2 കപ്പ് റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 3 പേർക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെക്കാം. നമ്മൾ ഇപ്പം തന്നെ അത് നന്നായി കഴുകി നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഴുകി ഊറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കതിൻ്റെ വേവൊക്കെ നല്ല പാകമായിട്ട് കിട്ടുന്നത്. ഇനി ഇതിന് വേണ്ടത് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. പിന്നെ പിന്നെ ഒരു 5-6 ക്ലോവ്സ് ഓഫ് ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ പച്ചമുളക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മസൂർ ദാലാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മസൂർ ദാൽ എന്താണെന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്കൊരു വൈറ്റ് സാധനം കാണുന്നത് അത് ഡ്രൈഡ് കോക്കനട്ട് ആട്ടോ. ഇത് ഞാൻ ഓർഗാനിക് മസൂർ ദാൽ വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഡ്രൈഡ് കോക്കനട്ട് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് നോർമൽ മസൂർ ദാൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മസൂർ ദാലാണ് ഇതിന് ഏറ്റവും നല്ലത് മസാല റൈസിലേക്ക്. അപ്പോൾ അതൊരു പിടി മതി, ഒരു പിടി മസൂർ ദാൽ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകണല്ലോ, അപ്പോൾ കുക്കറിലെടുത്ത് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിക്കുക, ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ അതിനകത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും, അത് 3 നമ്മൾ ആദ്യം ചേർക്കുന്നത് കേട്ടോ. അത് ആദ്യം നല്ല ഫ്രൈ ആവണം. ഫ്രൈ എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളർ ആവണം. അതിന് ശേഷമാണ് നമ്മൾ സവാള ചേർക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഈ സവാളയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാള ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിടുന്നത് കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനി നല്ല സോഫ്റ്റായിട്ട് സവാള നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമ്മളത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. അധികം കരിഞ്ഞു പോകാനും പാടില്ല, നല്ല സോഫ്റ്റ് ആവുന്ന വരെ, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ. ഇനി അതിനുശേഷം നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് നമ്മൾ റൈസിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ കംപ്ലീറ്റ് പോകുന്ന വരെ ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് മസൂർ ദാലും കൂടെ ചേർക്കാം. മസൂർ ദാലും ആ റൈസും കൂടെ ചേർന്ന് നല്ലോണം ഇളക്കി നമുക്ക് കാണാൻ പറ്റും. ആ റൈസിന് ഒരു വൈറ്റ് കളറായിട്ട് കാണാൻ പറ്റില്ല, റൈസ് കൂടുതലൊരു വൈറ്റ് കളറായിട്ട് കാണാൻ പറ്റും. അതായത് അപ്പോഴാണ് റൈസ് പാകമായുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫുൾ വാട്ടറൊക്കെ പോയി കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഒരു വൈറ്റ് കളറായിട്ട്, ഒരു എക്സ്ട്രാ വൈറ്റ് കളറായിട്ട് അതിൽ വരും റൈസിൽ. അതാണ് അതിൻ്റെ പാകം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ഓയിൽ ചേർക്കാം കേട്ടോ. ഞാൻ യൂഷ്വലി കുറച്ച് ഓയിൽ ചേർക്കാറുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. ഗരം മസാല നിങ്ങൾ വീട്ടിൽ പൊടിച്ചതായാലും മതി, അല്ലെങ്കിൽ വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്കിതിൽ വേണ്ട മസാലകൾ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നല്ലോണം ഫ്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓയിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഒരു 2 സ്പൂണും കൂടെ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത്. അപ്പം അത്ര ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഇതും നേരത്തെ പോലെ നിങ്ങൾക്ക് കണ്ടില്ലേ, നമ്മൾ മസാലയുടെ പച്ചമണം മാറുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് സ്മെല്ല് ചെയ്താൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. കൈമ റൈസിൽ അല്ലെങ്കിൽ ബസുമതി റൈസ് ആയാലും നമ്മൾ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ 2 കപ്പ് റൈസാണല്ലോ എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം, കാരണം എന്നാലേ റൈസ് നന്നാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരു വിസിൽ മതി. ശരിക്കും നോർമൽ ബസുമതി റൈസ് ആണെങ്കിലും കൈമ റൈസ് ആണെങ്കിലും ഒരു വിസിൽ മതി. കണ്ടു, ഇനി നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ മസാല റൈസ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ മസാല റൈസിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ മസാലയിലും എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ. ഇനി നമുക്ക് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. സാലഡിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നതാണിത്. കറിയൊന്നും ആവശ്യമില്ല അതിന്. കണ്ടില്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.